പ്രിയമുള്ളവരെ നമസ്കാരം. സമീപനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മരുഭൂമിയായിരുന്ന ഒരു നാട് ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാരും കോർപ്പറേറ്റ് കമ്പനികളും അതുപോലെ തന്നെ വലിയ വലിയ പ്രമുഖരും എല്ലാം ദുബായിലേക്ക് ഇൻവെസ്റ്റേഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്, എപ്രകാരമാണ് ഈ ദുബായ് ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, ദുബായ് ഇന്ന് ലോക ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു 5 രാജ്യങ്ങളെ എടുത്താൽ അതിൽ ഒന്ന് ദുബായ് ആണെന്ന് നമുക്ക് വളരെ കോൺഫിഡൻസോടു കൂടി പറയാൻ സാധിക്കും. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ദുബായിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദുബായിലെ വിവിധ മേഖലകളിൽ, അത് ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, അങ്ങനെ വിവിധ മേഖലകളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് ദുബായിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിൻ്റ്, വളരെ മികച്ച ഒരു സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനാണ് ദുബായിയുടേത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഗുണത്തെ വളരെ വിദഗ്ധമായിട്ട് ദുബായ് ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഏകദേശം ലോകത്തിൻ്റെ 3/2 വരുന്ന രാജ്യങ്ങളിലേക്ക് 8 മണിക്കൂറിൽ കുറഞ്ഞ് ഉള്ള സമയത്ത് ദുബായിൽ നിന്നും എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണക്ഷൻ ഹബ്ബായിട്ട് ദുബായ് മാറി എന്നുള്ളത് തന്നെയാണ്. എല്ലാ ബിസിനസ്സുകാരും, എല്ലാ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സും ദുബായിയെ കണക്ട് ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി ബിൽഡ് ചെയ്യുന്നതിൽ ദുബായ് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായ് ഒരു ഹാർട്ട് ഓഫ് ദി വേൾഡ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ ദുബായിലെ വിഷൻ ഉള്ള ഭരണാധികാരി ആ നാടിനെ ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഏറ്റൊരു കാര്യം, ഈസ്റ്റിനെയും വെസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന മേജർ ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക് ഹബ്ബായിട്ട് ദുബായ് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രേഡിംഗ് മേഖലയിൽ, ലോജിസ്റ്റിക്സ് മേഖലയിൽ വളരെ മികച്ചൊരു വളർച്ച ആ രീതിയിൽ ദുബായ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏകദേശം ഒരു 500ഓളം വരുന്ന ഫോർച്യൂൺ കമ്പനികളുടെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ന് ദുബായിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ദുബായിയുടെ ഒരു പൊസിഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ മികച്ചതാണ്. ആ മികച്ചതായ ലൊക്കേഷനെ വളരെ വിദഗ്ധമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ദുബായിയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ മികച്ച എക്കണോമിക് സ്ട്രെങ്ത്തും, ആ എക്കണോമിക് സ്ട്രെങ്ത്ത് വിവിധ മേഖലയിൽ നിന്നാണ് എന്നുള്ളതുമാണ്. പൊതുവേ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു എക്കോണമി എന്ന് പറയുന്നത് ഓയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. ഇവിടെ ദുബായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദുബായിയുടെ മൊത്തം GDPയുടെ ഒരു 1% എണ്ണയ്ക്ക് റോളുള്ളൂ എന്നുള്ളതാണ്. മറ്റു ഇതര ഏവിയേഷൻ, ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ട്രേഡിംഗ്, ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ, അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് മേഖലയിൽ നിന്നും സോഴ്സിൽ നിന്നുള്ള ഇൻകമാണ് ആ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്തിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായ്ക്ക് മികച്ച ഒരു ഭാവി, വിവിധ മേഖലയിൽ നിന്നുള്ള വരുമാനങ്ങളുടെ ഒരു വളർച്ച, അതുകൊണ്ട് തന്നെ ദുബായിയുടെ എക്കോണമി വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഈ ദുബായിലേക്ക് എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ രണ്ടാമതായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട്, ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പോലും ഒരു നാട് എത്രമാത്രം ബിസിനസ് ഫ്രണ്ട്ലിയാണ് എന്നുള്ളതിനെ ആശ്രയിച്ച് തന്നെയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ആ നാട്ടിൽ വന്ന് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നത്. അവിടെയാണ് ദുബായ് തികച്ചും വ്യത്യസ്തമാവുന്നത്. ഏറ്റവും മികച്ച ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നാടാണ് ദുബായ് എന്നുള്ളതാണ്. ദുബായിൽ പേഴ്സണൽ ഇൻകത്തിനൊന്നും ടാക്സ് ഇല്ല. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 30-40% ഒക്കെയാണ് അവിടെ പേഴ്സണൽ ഇൻകത്തിന് ടാക്സ് പോകണമെങ്കിൽ ഇവിടെ പേഴ്സണൽ ഇൻകത്തിന് ടാക്സ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. വളരെ എളുപ്പമായിട്ട് ഇവിടെ എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ 100% ഒരു മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായ പോലെയുള്ള, ഇപ്പോഴും മറ്റു ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു ലോക്കൽ സ്പോൺസർ വേണം എന്നുള്ള ഒരു റൂളുമില്ല. 100% ഓണർഷിപ്പിൽ നമുക്കിവിടെ പ്രോപ്പർട്ടി വാങ്ങാം, ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. അപ്പോൾ ആ രീതിയിൽ 100% ഓണർഷിപ്പ് ദുബായ് ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്.
ആണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെൻറ് കൊടുക്കുന്ന മറ്റൊരു പ്രത്യേക പരിഗണനയാണ് ഒരു ഇത്ര എമൗണ്ടിൻ്റെ മുകളിൽ, പ്രത്യേകിച്ച് 2 മില്യൺ ദിർഹത്തിൻ്റെ മുകളിൽ ഇൻവെസ്റ്റേഴ്സോ, പ്രത്യേകിച്ച് 2 മില്യൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവർക്ക് ഗോൾഡൻ വിസ ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സായിട്ട് ആളുകൾക്ക് 10 വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ വിസക്ക് 10 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും. പ്ലസ് അതുകൂടാതെ പല എക്സ്ട്രാ ഫെസിലിറ്റികളും സൗകര്യങ്ങളും ആ ഗോൾഡൻ വിസ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നാട്, അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രീ സോണുകൾ, 1 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു ലൈസൻസ് പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ. അപ്പോൾ ആ രീതിയിൽ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറുകളും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരു ബിസിനസ്സുകാരന് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈവൻ ദുബായിൽ ഇല്ലാതെ തന്നെ ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഇന്ന് ദുബായിലുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ബിസിനസ് ഫ്രണ്ട്ലി നാടാണ് എന്നുള്ളതാണ് ദുബായിൻ്റെ മൂന്നാമതായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആയാലും അതല്ലെങ്കിൽ സമ്പന്നരായാലും അതല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾ ആയാലും അവർക്കെല്ലാവർക്കും ഒരു നാട്ടിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മികച്ചതായിരിക്കണം. അതുപോലെ തന്നെ ആ നാട്ടിലെ ലൈഫ് സ്റ്റൈൽ ഒരു ഉന്നത നിലവാരം പുലർത്തുന്ന സ്ഥലമായിരിക്കണം. ഇവിടെ ദുബായ് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പൊസിഷനിലാണ് എന്നുള്ളതാണ്. മികച്ച എയർപോർട്ടുകൾ, മികച്ച കാർഗോ സൗകര്യങ്ങൾ, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ റോഡുകൾ, മെട്രോ റോഡ് ട്രാൻസ്പോർട്ടേഷൻസുകൾ, അങ്ങനെ ഏറ്റവും മികച്ച ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ദുബായിലുള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏറ്റവും മികച്ച ഒരു ലൈഫ് സ്റ്റൈൽ, ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള, ഏറ്റവും പ്രോ ലെവലിലുള്ള ലക്ഷറി ആയിട്ടുള്ള സ്ഥലങ്ങളും മിഡിൽ ലെവലിലുള്ളതും അതിൻ്റെ താഴെയുള്ളതും, ഇപ്പോൾ ഏത് റേഞ്ചിലുള്ള ആളുകൾക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും അതിനനുസരിച്ച് ജീവിത കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മികച്ച ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നാടാണ് ദുബായ് എന്നുള്ളതും തീർച്ചയായിട്ടും ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ദുബായിലേക്ക് കടന്നു വരാൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് 4ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. ദുബായ് ടൂറിസത്തിൻ്റെ ഒരു പവർ ഹൗസാണ്. ഓരോ വർഷവും 16 മില്യണിൽ കൂടുതൽ ആളുകളാണ് ദുബായിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ തന്നെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് പറയപ്പെടുന്ന 5 രാജ്യങ്ങളെ എടുത്ത് പറയുമ്പോൾ അതൊരു രാജ്യം ദുബായ് ആണെന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ടൂറിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് കേന്ദ്രമായിട്ട് ദുബായ് മാറിയിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ വളരെ നല്ല മികച്ച ഒരു ഡിമാൻഡ് ഹോസ്പിറ്റാലിറ്റിയിലും അതുപോലെ തന്നെ എയർലൈൻസ് മേഖലകളിലും ട്രാൻസ്പോർട്ട് മേഖലകളിലും ഹോട്ടൽ ആൻഡ് ബിവറേജ് മേഖലകളിലൊക്കെ നല്ല ബിസിനസ് സാധ്യതകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ മികച്ച രീതിയിൽ ദുബായിൽ ഉണ്ട് എന്നുള്ളതും അത്തരത്തിലുള്ള ബിസിനസ്സുകാർ ഈ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ ദുബായിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും മികച്ച ഒരു സൂചനയാണ്. പ്രിയമുള്ളവരെ, ഇനിയും ഇതുപോലെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ദുബായിയെക്കുറിച്ച് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 പ്രത്യേകതകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് ദുബായിലേക്ക് കടന്നു വന്ന് അവരുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദുബായിയെക്കുറിച്ച് ചിന്തിക്കാം, ദുബായിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് ചിന്തിക്കാം. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.